തക്കടുവിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് വൈകിട്ട് അവനെയും കൂട്ടി നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തന്നെയുള്ള NTR ഗാർഡനിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. തക്കടുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓടി നടക്കാൻ. അതുകൊണ്ടാണ് അവനെയും കൂട്ടി നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. ഇതാണ് കേട്ടോ പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത്. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും കാണാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് നല്ല തിരക്ക് തന്നെയായിരുന്നു അവിടെ. ഈ കാണുന്നത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഭാഗമാണ്. തക്കടുവിന് കളിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയതെങ്കിലും പുള്ളിക്ക് ഇറങ്ങാനോ ഓടിക്കളിക്കാനോ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ റൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ കാണിച്ചിട്ടും തക്കടുവിന് യാതൊരു മാറ്റവും. അവൻ ആകെ മൊത്തം ഒരു ക്ഷീണം പിടിച്ച പോലെ ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ തിരിച്ചു പോന്നേക്കാന്ന് വിചാരിച്ച് നമ്മൾ അവിടെ കുറച്ച് സമയം നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ മുന്നേ അവിടെ പോയപ്പോൾ തക്കടു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല ആക്റ്റീവായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് യാതൊരു പിടുത്തവും. കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് പാർക്കിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അവൻ പാർക്കിലേക്ക് കയറുന്ന സമയത്ത് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തിരിച്ചിറങ്ങി ഇതൊക്കെ കണ്ടപ്പോഴാണ് അവൻ ഓക്കെ ആയത്. വണ്ടി വാങ്ങിക്കാതെ പോകുന്നുള്ള സങ്കടമായിരുന്നു തോന്നുന്നു ഇത്രയും നേരം അവനെ മൂഡ് ഓഫ് ആക്കി നിർത്തിയത്. അവരച്ഛനും മോനും വണ്ടി വാങ്ങുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ചുറ്റോട് ചുറ്റും ഒന്ന് നോക്കിയിട്ട് വരാം. ഇതുപോലെ ബലൂണുകളും ലൈറ്റുകളും ഒക്കെ ആയിട്ട് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവസാനം തക്കടു ഒരു വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് വാങ്ങാൻ വേണ്ടി അച്ഛനും മോനും കൂടി ഒരു വലിയ യുദ്ധം തന്നെ അവിടെ നടത്തുന്നുണ്ട്. അവസാനം ഒരു വണ്ടി എടുത്തു. പക്ഷെ പിന്നെയും കാണും തോറും തക്കടുവിന് അതെല്ലാം വേണമെന്നുള്ളൊരു കളിയായി. ആര് കണ്ടാലും വാങ്ങിപ്പോവും. അതുപോലെയുള്ള ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. നമ്മളെന്തായാലും ആദ്യം എടുത്ത വണ്ടി തന്നെ ഫിക്സ് ചെയ്തു. ഇനി ഒരുപാട് നേരം അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ തിരിച്ചു വരാൻ തീരുമാനിച്ചു. രാത്രിയാണെങ്കിലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു ഹുസൈൻ സാഗർ എന്ന് പറയുന്ന ലേക്ക് ഉണ്ട്. ഇതാണത്. പക്ഷെ പകല് കാണാൻ ഇതിനെക്കാട്ടിലും ഭംഗിയാണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.